കാസർഗോഡ് ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ ദേശീയപാതയിൽ വാഹന ഗതാഗതം സാധ്യമാകുന്ന അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ പ്രക്ഷോഭം ശക്തമാക്കുന്നു. സമരസമിതി അനിശ്ചിതകാല റിലേ നിരാഹാര സമരത്തിലേക്ക് കടന്നു. ദേശീയപാതയിൽ ചെറുവത്തൂർ വ്യാപാര ഭവൻ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ നിർമ്മിച്ച അടിപ്പാതയാണിത്. ആളുകൾക്ക് തല തട്ടാതെ കഷ്ടിച്ച് കടന്നു പോവാൻ കഴിയും. ഇടുങ്ങിയ അടിപ്പാതയിലൂടെ ഇരുചക്ര വാഹനങ്ങളും ഓട്ടോറിക്ഷകളും ഇരുവശത്തേക്കും ഒരുമിച്ച് കടന്നു പോവാൻ കഴിയാത്ത സാഹചര്യമാണ്. വർഷങ്ങളായി റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള യാത്രക്കാരും വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരും ഉൾപ്പെടെ നൂറുകണക്കിന് പേർ ആശ്രയിക്കുന്ന റോഡിൽ വാഹന ഗതാഗതം സുഗമമാവുന്ന തരത്തിൽ കൂടുതൽ സൗകര്യപ്രദമായ വലിയ അടിപ്പാത നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നവംബർ 12 മുതൽ നാട്ടുകാർ അനിശ്ചിതകാല സമരത്തിലാണ്. 20 ദിവസം പിന്നിടുമ്പോഴും ആവശ്യം പരിഗണിക്കാത്തതിനെ തുടർന്ന് പ്രക്ഷോഭം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് അനിശ്ചിതകാല റിലേ നിരാഹാര സമരത്തിലേക്ക് മാറിയത്. ദിവസവും രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ 5 സമരസമിതി പ്രവർത്തകർ വീതം നിരാഹാരമിരിക്കും. പ്രധാനപ്പെട്ട ടൗണുമായി ബന്ധപ്പെടുന്ന ഒരു റോഡ്, അപ്പോൾ ഇത് കുറച്ച് വലിപ്പം വർദ്ധിപ്പിച്ച് നമുക്ക് സുഖമായി യാത്ര ചെയ്യാനുള്ളൊരു സൗകര്യം ഒരുക്കണം എന്നാണ് നമ്മൾ ആവശ്യം. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ വൈകുന്നേരങ്ങളിലൊക്കെ നമ്മുടെ ട്രെയിനുമായി ബന്ധപ്പെട്ട് പോകുന്ന ഈ പ്രദേശങ്ങൾ മാത്രമല്ല, തൊട്ടടുത്ത പഞ്ചായത്തുകളൊക്കെ കയ്യൂർ, ശിമേനി, കരിവള്ളൂർ, പെരളം, അങ്ങനെ പിലിക്കോട് അങ്ങനെയുള്ള പഞ്ചായത്തുകളൊക്കെയുള്ള ആൾക്കാർ ആശ്രയിക്കുന്ന റെയിൽവേ സ്റ്റേഷനാണ് ചെറുവത്തൂർ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും യാത്രാ സൗകര്യം വേണ്ട ഒരു റോഡായിരുന്നു ഇത്. അതാണ് ഇതിപ്പോൾ ഈ ചെറിയൊരു അടിപ്പാത എന്ന രീതിയിലേക്ക് ബാക്കി നമുക്ക് വലിയൊരു ബുദ്ധിമുട്ട് ഈ പ്രദേശത്തും അതുപോലെ നാട്ടുകാർക്കും വ്യാപാരികൾക്കും ഒക്കെ. സമരം പൂർണ്ണമായി ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനം. 5 പേര് വെച്ചുള്ള ഒരു നിരാഹാര സമരം നടത്താനാണ് തീരുമാനം. കരാർ കമ്പനിയായ മേഘ എഞ്ചിനീയറിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് പരാതി നൽകിയതിനെ തുടർന്ന് നിർമ്മാണം നടക്കുന്ന ദേശീയപാതയിലെ സമരപ്പന്തൽ നേരത്തെ പോലീസ് പൊളിച്ചു നീക്കിയിരുന്നു. പൊളിച്ചു നീക്കിയ അതേ സ്ഥലത്ത് വീണ്ടും സമരപ്പന്തൽ സ്ഥാപിച്ചാണ് സമരസമിതി പ്രക്ഷോഭം തുടരുന്നത്. കൈരളി ന്യൂസ്, കാസർഗോഡ്.